ഒരു നേരത്തെ വിശപ്പടക്കാൻ ഓടി നടന്ന ഫുഡ് ഡെലിവറി ബോയ് ആദി. പ്രണയിച്ച പെണ്ണും അവളുടെ കാമുകനും ചേർന്ന് അവനെ ചവിട്ടി മെതിച്ചു. പണത്തിന്റെ പേരിൽ അപമാനിച്ചു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. ഇന്നവൻ വെറും ആദിയല്ല, കോടികളുടെ ആസ്തിയുള്ള രാജശേഖര തമ്പുരാന്റെ കൊച്ചുമകൻ ആദിത്യൻ വർമ്മ. അവഗണിച്ചവർക്കു മുന്നിൽ അവൻ രാജാവായി തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷേ ആ കിരീടത്തിന് രക്തത്തിന്റെ മണമുണ്ട്. മുത്തശ്ശന്റെ മരണം സ്വാഭാവികമായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു. ആരാണ് ആ ഘാതകൻ? അഡ്വക്കേറ്റ് മേനോനൊപ്പം ആദി ആ സത്യം തേടുകയാണ്. പ്രതികാരം, പ്രണയം, ട്വിസ്റ്റുകൾ, ഓരോ നിമിഷവും ഉദ്വേഗം. ആദി ജയിക്കുമോ അതോ ചതിക്കപ്പെടുമോ? മിസ് ചെയ്യരുത്. കേൾക്കൂ സീക്രട്ട് മില്യണെയർ. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യൂ. കഥ ഇവിടെ തുടങ്ങുന്നു. ആദി, നീ വെറുതെ എന്തിനാ 24 മണിക്കൂറെന്ന് പറഞ്ഞത്? നമുക്ക് ശത്രു ആരാണെന്ന് അറിയില്ലല്ലോ. ആ ഡയറിയിലെ പേര് മാഞ്ഞുപോയില്ലേ? പേര് മാഞ്ഞുപോയി മേനോൻ സാർ. പക്ഷേ കൈമൾ മരിക്കുന്നതിന് മുൻപ് എനിക്കൊരു ക്ലൂ തന്നിരുന്നു. എന്ത് ക്ലൂ? അതൊരു ഫോൺ നമ്പറാണ്. കൈമൾ തന്റെ രക്തം കൊണ്ട് തറയിൽ എഴുതാൻ ശ്രമിച്ച നമ്പർ. പോലീസ് അത് കാണുന്നതിന് മുൻപേ ഞാനത് മായ്ച്ചു കളഞ്ഞു. ആദി തന്റെ കയ്യിലെ രക്തക്കറ നോക്കുന്നു. ആ നമ്പർ, അത് റോഷന്റെ നമ്പറല്ല, നന്ദനയുടെ നമ്പരുമല്ല. ഇത് വേറെ ആരോ ആണ്. റോയൽ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന യഥാർത്ഥ കിങ് മേക്കർ. ആരുടെ നമ്പറാണ് ആദിക്ക് കിട്ടിയത്? ആരാണ് ആദിയും റോഷനും അറിയാത്ത ആ മൂന്നാമൻ? 24 മണിക്കൂറിനുള്ളിൽ ആദി ആ രഹസ്യം കണ്ടെത്തുമോ? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ആദി ശത്രുവിന് 24 മണിക്കൂർ സമയം നൽകി. കൈമൾ മരിക്കുന്നതിനു മുൻപ് രക്തം കൊണ്ട് കുറിച്ചിട്ട ആ ഫോൺ നമ്പർ, അതായിരുന്നു ആദിയുടെ ഏക ക്ലൂ. അത് ആരുടെ നമ്പറാണ്? റോഷനെ നിയന്ത്രിക്കുന്ന ആ അദൃശ്യശക്തി ആരാണ്? സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. സർ, ഈ നമ്പർ ഒരു ഗോസ്റ്റ് നമ്പറാണ്. ഇത് ആരുടെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന്റെ സിഗ്നൽ ഇപ്പോൾ ആക്റ്റീവാണ്. ലൊക്കേഷൻ പറയൂ വിക്രം. കൊച്ചി പഴയ ഹാർബറിലെ ഒരു ഗോഡൌൺ ആണ് ലൊക്കേഷൻ. സർ, അവിടേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണ്. ഞാൻ പോലീസിനെ അറിയിക്കട്ടെ? വേണ്ട വിക്രം, പോലീസിനെ വിളിച്ചാൽ അവൻ രക്ഷപ്പെടും. ഇതെന്റെ മാത്രം യുദ്ധമാണ്. അവൻ അവിടെ എന്നെ കാത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അവനു വേണ്ടത് സീക്രട്ട് മില്യണെയറെ ആണെങ്കിൽ അവൻ കാണാൻ പോകുന്നത് വേറൊരു ആദിയെയാണ്. റോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശബ്ദം. ഫോൺ നിലത്തെറിഞ്ഞു പൊട്ടിക്കുന്നു. നന്ദന പേടിയോടെ. റോഷൻ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആദിക്ക് ആ നമ്പർ കിട്ടിയാൽ തന്നെ എന്തു ചെയ്യാനാണ്? റോഷൻ വിറച്ചുകൊണ്ട്. നിനക്കൊന്നും അറിയില്ല നന്ദന. ആ നമ്പർ, അത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് നമ്പറാണ്. അത് ആദിക്ക് കിട്ടിയെന്നറിഞ്ഞാൽ ബോസ് ആദ്യം കൊല്ലുന്നത് ആദിയെയല്ല, എന്നെയായിരിക്കും. ആരാണീ ബോസ്? നീ ഇത്രയും കാലം പറഞ്ഞത് നീയാണ് എല്ലാം പ്ലാൻ ചെയ്തതെന്നാണല്ലോ. ഞാനോ? ഞാൻ വെറുമൊരു പാവയാണ് നന്ദന. റോയൽ ഗ്രൂപ്പിനെ തകർക്കാൻ കച്ചകിട്ടി ഇറങ്ങിയ ഒരു ചെകുത്താൻ വേറെയുണ്ട്. അവന്റെ പേര് അത് ബോസാണ്. കടലിന്റെ ഇരമ്പൽ. തുരുമ്പെടുത്ത ഷട്ടർ തുറക്കുന്ന ശബ്ദം. ആദി അകത്തേക്ക് നടക്കുന്നു. കാൽപ്പെരുമാറ്റം എക്കോ അടിക്കുന്നു. മറഞ്ഞിരിക്കാതെ പുറത്തുവാടാ. 24 മണിക്കൂർ കഴിയാൻ ഇനി 10 മിനിറ്റ് മാത്രം. നിശബ്ദത. പെട്ടെന്ന് ഗോഡൌണിന്റെ നടുവിൽ ഒരു കസേരയിൽ വെച്ചിരിക്കുന്ന ഫോൺ റിംഗ് ചെയ്യുന്നു. ആദി ആ ഫോണിനടുത്തേക്ക് നടന്നു. ചുറ്റും ആരുമില്ല. ആ ഫോൺ മാത്രമാണ് അവിടെയുള്ളത്. ആദി ഫോൺ എടുക്കുന്നു. ഹലോ. കനത്ത യാന്ത്രികമായ ശബ്ദം, വോയിസ് ചേഞ്ചർ ഉപയോഗിച്ച പോലെ. വെൽക്കം ആദിത്യൻ വർമ്മ, നീ കൃത്യസമയത്തെത്തി. ആരാടാ നീ? റോഷനെ കൊണ്ട് എന്റെ കുടുംബത്തെ തകർക്കാൻ നോക്കിയത് നീയാണോ? റോഷൻ വെറുമൊരു വിഡ്ഢിയാണ്. അവനെ ഞാൻ ഉപയോഗിച്ചു, അത്രമാത്രം. നിന്നെ അന്വേഷിക്കുന്നത് എന്നെയാണെങ്കിൽ നിനക്ക് തെറ്റി. നിന്റെ ശത്രു നിന്റെ മുന്നിലുണ്ട്. മുന്നിലോ? യെസ്. ആ ചുമരിലേക്ക് നോക്കൂ. ഒരു പ്രൊജക്ടർ ഓണാകുന്ന ശബ്ദം. വലിയ ചുമരിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു. വീഡിയോയിൽ ഒരു കാർ അപകടം, തീ കത്തുന്ന ദൃശ്യം. ആദി ഞെട്ടലോടെ. ഇതെന്റെ അച്ഛനും അമ്മയും മരിച്ച ആ കാർ അപകടമല്ലേ? അതെ ആദി, എല്ലാവരും കരുതിയത് ഇതൊരു അപകടമാണെന്നാണ്. പക്ഷേ നോക്കൂ, വീഡിയോ സൂം ചെയ്യുന്നു. കത്തുന്ന കാറിനരികിൽ ഒരാൾ നിൽക്കുന്നു. അയാൾ തിരിഞ്ഞു നോക്കുന്നു. ആദി അലറുന്നു. ഇല്ല, ഇത് കള്ളമാണ്. സത്യം എപ്പോഴും കൈപ്പേറിയതാണ് ആദി. ആ കാറിന് തീയിട്ടത് ആരാണെന്ന് കണ്ടില്ലേ? അത് മറ്റാരുമല്ല, നിന്റെ സ്വന്തം വല്യച്ഛൻ
രാജശേഖര തമ്പുരാന്റെ മകൻ. വലിയച്ഛനോ? അപ്പോ റോയൽ ഗ്രൂപ്പിലെ എന്റെ സ്വന്തം ചോരയാണോ എന്നെ വേട്ടയാടുന്നത്? അന്ന് നിന്റെ അച്ഛനെ കൊന്നു, ഇന്ന് നിന്നെയും കൊല്ലും. തിരിഞ്ഞു നോക്കടാ. ആദി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു. ഒരു ലേസർ ലൈറ്റ് ആദിയുടെ നെഞ്ചിൽ പതിക്കുന്നു. വെടിയൊച്ച. സ്ക്രീൻ ബ്ലാക്ക് ആകുന്നു. സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ശത്രു വരുന്നതെന്ന് ആദി തിരിച്ചറിഞ്ഞു. പക്ഷെ വൈകിപ്പോയോ? ആ വെടിയുണ്ട ആദിയുടെ നെഞ്ച് തുളയ്ക്കുമോ? അതോ അവിടെയും ഒരു അത്ഭുതം സംഭവിക്കുമോ? വെടിയുണ്ട കൊള്ളുന്ന ശബ്ദം. പക്ഷേ അത് ശരീരത്തിലല്ല, ആദി പിടിച്ചിരുന്ന ഫോണിലാണ് കൊള്ളുന്നത്. ഫോൺ പൊട്ടിത്തെറിക്കുന്നു. ആദി അലറുന്നു. വിക്രം, നൗ. ഗോഡൌണിന്റെ മേൽക്കൂരയിൽ നിന്ന് ഡ്രോണുകൾ പറന്നു വരുന്ന ശബ്ദം. പുകഗോളങ്ങൾ, സ്മോക്ക് ബോംബ്സ് പൊട്ടുന്നു. വില്ലന്റെ ഗുണ്ടകൾ ചുമയ്ക്കുന്നു. അവനെവിടെ? പുക കാരണം ഒന്നും കാണുന്നില്ല. സ്നൈപ്പർ വാക്കി ടോക്കിയിൽ. ടാർഗറ്റ് മിസ്സായി. അവൻ എങ്ങോട്ടോ മാറി. ആദി ഇരുട്ടിൽ നിന്ന് ചാടി വീഴുന്നു. ഗുണ്ടകളെ അടിച്ചിടുന്ന ശബ്ദങ്ങൾ. ആദി ഒരു ഗുണ്ടയുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട്, ചെന്ന് പറയടാ നിന്റെ മുതലാളിയോട്, പ്രതാപ് വർമ്മയോട്, അവനെ കൊല്ലാൻ ഈ ആദിത്യൻ വർമ്മ വരുന്നുണ്ടെന്ന്. ആദി ബൈക്കിൽ കയറുന്നു. ആക്സിലറേറ്റർ കൊടുക്കുന്നു. ബൈക്ക് ഗോഡൌണിന്റെ വാതിൽ തകർത്ത് പുറത്തേക്ക് പറക്കുന്നു. ശാന്തമായ ക്ലാസിക്കൽ സംഗീതം. എയർ കണ്ടീഷണറിന്റെ മൂളൽ. പ്രതാപ് വർമ്മ ഒരു കസേരയിലിരുന്ന് വൈൻ കുടിക്കുന്നു. മിസ്സായെന്നോ? ഒരുത്തനെ കൊള്ളാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ? റോഷൻ പേടിച്ചു വിറച്ചു നിൽക്കുന്നു. അങ്കിൾ, സോറി ബോസ്, ആദ്യം നമ്മൾ വിചാരിച്ച ആളല്ല. അവന് രക്ഷപ്പെടാൻ വഴികളുണ്ടായിരുന്നു. അവൻ അറിഞ്ഞുകഴിഞ്ഞു അന്ന് കാർ കത്തിച്ചത് അങ്കിളാണെന്ന്. അറിഞ്ഞോട്ടെ റോഷൻ, സത്യങ്ങൾ എന്നും മൂടിവെക്കാൻ പറ്റില്ലല്ലോ. രാജശേഖര തമ്പുരാന്റെ സ്വത്ത് മുഴുവൻ എനിക്ക് അവകാശപ്പെട്ടതായിരുന്നു. അത് തട്ടിയെടുക്കാൻ വന്ന എൻ്റെ അനിയനെയും അവൻ്റെ ഭാര്യയെയും ഞാൻ കൊന്നു. ഇപ്പോൾ അവരുടെ മകനെയും കൊല്ലും. പക്ഷേ ആദി ഇപ്പോൾ എവിടെയാണ്? അവൻ പേടിച്ചോടിയിട്ടുണ്ടാകും. ഇനി അവൻ ഇങ്ങോട്ട് വരാൻ ധൈര്യപ്പെടില്ല. വലിയ വീട്ടിലെ പൂജയുടെ ശബ്ദം, ചെണ്ടമേളം, ബന്ധുക്കളുടെ സംസാരം. പ്രതാപ് വർമ്മയും റോഷനും പൂജയിൽ പങ്കെടുക്കുന്നു. പ്രതാപ് വർമ്മ സാർ, ആരതി ഒഴിയാൻ സമയമായി. പ്രതാപ് വർമ്മ താലമെടുക്കുന്നു. പെട്ടെന്ന് മുറ്റത്തൊരു വലിയ ശബ്ദം. ഗേറ്റ് തുറക്കുന്ന ശബ്ദം. ആരാ അത്? സെക്യൂരിറ്റി തടഞ്ഞില്ലേ? ചെണ്ടമേളം നിലയ്ക്കുന്നു. മരണതുല്യമായ നിശബ്ദത. ചുവടുവെപ്പുകളുടെ ശബ്ദം. പൊടി പിടിച്ച വേഷം, മുഖത്ത് ചോരപ്പാടുകൾ, പക്ഷെ കണ്ണുകളിൽ തീക്ഷ്ണത. ആദിത്യൻ വർമ്മ ആ വീടിന്റെ പടിവാതിൽ കടന്നുവരുന്നു. ആദി, നീ ഇവിടെ വരാൻ ധൈര്യപ്പെട്ടോ? ഇതെന്റെ വീടാണ്. തെറ്റ്. ഇതെന്റെ മുത്തശ്ശന്റെ വീടാണ്. രാജശേഖര തമ്പുരാന്റെ വീട്. ഇവിടെ കൊലപാതകർക്ക് സ്ഥാനമില്ല വലിയച്ഛ. ബന്ധുക്കൾ ഞെട്ടുന്നു. നീ എന്താ അസംബന്ധമാണ് പറയുന്നത്? ആദി കൈയുയർത്തുന്നു. അസംബന്ധമല്ല, നീതി. എന്റെ അച്ഛനെയും അമ്മയെയും കൊന്നത് നിങ്ങളാണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിലിപ്പോൾ തെളിവില്ലായിരിക്കാം. ആ വീഡിയോ നിങ്ങൾ നശിപ്പിച്ചു കാണും. പക്ഷേ ആദി പ്രതാപ് വർമ്മയുടെ നേരെ നടക്കുന്നു. മുഖത്തോട് മുഖം നോക്കുന്നു. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ താങ്കളുടെ പതനം ആരംഭിച്ചിരിക്കുന്നു. റോയൽ ഗ്രൂപ്പിൽ നിന്നും, ഈ വീട്ടിൽ നിന്നും, ഈ ഭൂമിയിൽ നിന്നും താങ്കളെ ഞാൻ ഇല്ലാതാക്കും. ഇത് ആദിത്യൻ വർമ്മയുടെ ശപഥം. പ്രതാപ് വർമ്മ ദേഷ്യത്തിൽ ആദിയെ അടിക്കാൻ കൈയൊങ്ങുന്നു. പെട്ടെന്നൊരു സ്ത്രീയുടെ ശബ്ദം. നിർത്തൂ പ്രതാപ്. എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു. വീൽചെയറിൽ വരുന്ന ഒരു വയസ്സായ സ്ത്രീ. ആദി അത്ഭുതത്തോടെ. മുത്തശ്ശി. വർഷങ്ങളായി തളർന്നു കിടക്കുകയായിരുന്നു മുത്തശ്ശി. ആദിയുടെ മുത്തശ്ശന്റെ ഭാര്യ. അവർ സംസാരിച്ചിരിക്കുന്നു വിറയ്ക്കുന്ന ശബ്ദത്തിൽ. ആദി പറഞ്ഞതാണ് സത്യം. ഞാൻ എല്ലാം കണ്ടതാണ്. അന്നെന്റെ മകനെ കൊന്നത് ഇവനാണ്, പ്രതാപ്. പ്രതാപ് വർമ്മ ഞെട്ടുന്നു. റോഷൻ ഭയപ്പെടുന്നു. ആദി മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടുന്നു. ഇത്രയും നാളും മിണ്ടാതിരുന്ന മുത്തശ്ശി ആദിയുടെ വരവോടെ മൗനം വെടിഞ്ഞിരിക്കുന്നു. വർമ്മ മാൻഷനിൽ ഇനി യുദ്ധം തുടങ്ങുകയായി. മുത്തശ്ശിയുടെ സാക്ഷിമൊഴി ആദിയെ രക്ഷിക്കുമോ? അതോ പ്രതാപ് വർമ്മ പുതിയ കളി തുടങ്ങുമോ? കാത്തിരിക്കൂ. സീക്രട്ട് മില്യനെയർ വോയിസ്ലി ഓഡിയോ പരമ്പര കേൾക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.